രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകം ചിന്തിച്ചിരുന്നത് റഷ്യയിലെ മോസ്കോയും അമേരിക്കയിലെ വാഷിംഗ്ടണുമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ അവിടെ നിന്നില്ല. ആംസ്റ്റർഡാമിലെ ഡാം സ്ക്വയറും ലണ്ടനിലെ പിക്കാഡലി സ്ക്വയറിലും യുവാക്കൾ ഒരുമിച്ച് കൂടി. യുവാക്കൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രഘോഷിച്ചു. അവർ മൈ ബോഡി മൈ റൈറ്റ് ലിബറേഷൻ എന്നെല്ലാം വാദിച്ചു. സർവ്വസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രഘോഷങ്ങൾക്കെതിരിൽ ഇടയിൽ അവർ വാദിച്ച ഒരു വാദമായിരുന്നു ദ ഏജ് ഓഫ് നോ ബൗണ്ടറീസ്. അതിർവരമ്പുകളില്ലാത്ത ഒരു കാലത്തെ പറ്റി അവർ സ്വപ്നം കണ്ടു. സ്വാഭാവികമായും അന്ന് അമേരിക്കയിലും യൂറോപ്പിലും ഒരുമിച്ച് കൂടിയ ആ തലമുറ പിന്നീട് ആ വാദങ്ങളുടെ ആകത്തുകയായിക്കൊണ്ട് പിന്നീട് കണ്ടത് ധാർമ്മികതയോ ശരിതെറ്റോ ഒന്നുമില്ലാത്ത ലഹരിയിൽ ഉന്മാദ തിമിറുക്കളിൽ ഏൽക്കുന്ന ഒരു ലോകത്തെയാണ് അവർ സ്വപ്നം കണ്ടത്. ഇന്ന് നമ്മുടെ ക്യാമ്പസ് പരിസരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് DJ പാർട്ടി എന്ന പേരിൽ നമ്മുടെ ക്യാമ്പസിൽ ഇരുട്ട് നിറഞ്ഞ മുറികളിൽ പാട്ടും ഡാൻസുമായി കഴിയുന്ന ലഹരിയിൽ ഉന്മാദ തിമിർപ്പിൽ കഴിയുന്ന യുവാക്കൾ ആ നൈലസത്തിന്റെ ബാക്കി പത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും.